ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ചെടികളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. റോസ് ഇഷ്ടമല്ലാത്തതായിട്ട് ആരും കാണത്തില്ലല്ലേ. അപ്പോൾ എനിക്കും റോസ് ചെടി ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഗാർഡനിൽ നിന്നൊക്കെ 30 രൂപ കൊടുത്ത് കുറേ റോസൊക്കെ വാങ്ങി നട്ടായിരുന്നു. അങ്ങനെ ആദ്യമൊക്കെ പൂക്കൾ ഉണ്ടായിരുന്നു. പിന്നെ ആയപ്പോഴാണ് റോസിൻ്റെ മൊട്ട് മുരടിച്ചു പോക്കും, ഇലകളൊക്കെ മഞ്ഞ കളറാവുകയും കമ്പുകൾ ഉണങ്ങിപ്പോവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോഴിത് എൻ്റെ മാത്രം പ്രശ്നമല്ല, എല്ലാ റോസ് വളർത്തുന്നവർക്കും ഈ ഒരു പ്രശ്നം നേരിടാറുണ്ട്. കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ റോസിനെല്ലാം. ഇതുപോലെ മൊട്ടുകളൊക്കെ കരിഞ്ഞ് അതിൽ വരുന്ന തളിർപ്പുകളെല്ലാം കരിഞ്ഞായിരുന്നു വരുന്നത്. ഒരുവിധം എല്ലാ റോസാ ചെടിയും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ മാക്സിമം അത് കട്ട് ചെയ്ത് കൊടുത്താലും പിന്നെ തളിർപ്പ് വരുന്നത് കരിഞ്ഞായിരുന്നു വരുന്നത്. പിന്നെ ഞാനൊരു ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുത്തായിരുന്നു. അതിനുശേഷമാണ് എൻ്റെ റോസകളൊക്കെ ഇങ്ങനെ മനോഹരമായി പൂവിട്ടത്. നല്ല വലിപ്പമുള്ള റോസാപ്പൂക്കളായൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ റോസയൊക്കെ ഇതുപോലെ മുരടിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ ഈ കാണിക്കാൻ പോകുന്ന മരുന്നൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ എല്ലാ റോസകളിലും ധാരാളം മൊട്ടുകളൊക്കെ വിരിയാനായിട്ട് നിൽപ്പുണ്ട്. ഇതുപോലെ മുരടിച്ച് നിൽക്കുന്ന മൊട്ടുകളൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഓർഗാനിക് പെസ്റ്റിസൈഡ് എക്സോഡസ്. ഇത് ആമസോണിലും ഒക്കെയാണ് വാങ്ങാൻ കിട്ടുന്നത്. അല്ലാതെ കടകളിൽ നമുക്കിത് വാങ്ങാൻ കിട്ടത്തില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ 2 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരു 15 ദിവസത്തിലൊരിക്കൽ നമുക്ക് ചെടിക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു മഞ്ഞ കളർ റോസയായിരുന്നു. മൊത്തത്തിലങ്ങ് നശിച്ച് പോകാവുന്നതായിരുന്നു. കമ്പുകളൊക്കെ ഉണങ്ങി. അങ്ങനെ ഞാനിത് അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തായിരുന്നു. അതിനുശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തളിർപ്പുകളൊന്നും കരിയാതെ തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ ഒരു റോസയാണ്. ഇപ്പം ഇതിൽ ഒരുപാട് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ റോസിനെ അറ്റാക്ക് ചെയ്യുന്ന ചെറിയ കീടങ്ങളുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ മൊട്ടിലൊക്കെ വന്നിരിക്കും, ഇലയുടെ അടിവശത്ത്. അപ്പോൾ അതൊക്കെ കാരണം നമ്മുടെ റോസ് നശിച്ചു പോകും. അപ്പോൾ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ അതെല്ലാം പോയി നല്ല രീതിയിൽ റോസ് ചെടി വളർന്ന് കിട്ടും. ഇത് ഒരു കെമിക്കൽ പെസ്റ്റിസൈഡ് അല്ല, ഓർഗാനിക്കാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ വേപ്പിൻ്റെ മിശ്രിതമൊക്കെ സ്പ്രേ ചെയ്തു. പക്ഷെ അതൊന്നും എനിക്ക് ഇതുപോലത്തെ റിസൾട്ട് കിട്ടിയിട്ടില്ല. ഈ റോസ് ചെടിയൊക്കെ വാങ്ങി കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു. പക്ഷേ ഇപ്പം ഞാൻ അടുത്ത 2ാമത്തെ പ്രാവശ്യമാണ് ഇത് വാങ്ങുന്നത്, ഈ എക്സോഡസ്. പിന്നെ ഞാൻ റോസാ ചെടികൾക്ക് ചെയ്തു കൊടുക്കുന്നത് ഇതുപോലെ മുട്ടത്തോട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചെടികൾക്ക് ചേർക്കാറുണ്ട്. ഒരു 3 സ്പൂണൊക്കെ ചേർത്ത് നല്ല രീതിയിൽ മൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നല്ലതാണ് ഈ മുട്ടത്തോട് ചെടികൾക്ക്. നല്ല വലിപ്പമുള്ള പൂക്കളും ആ വിരിയുന്ന പൂക്കളിനൊക്കെ നല്ല കളറും ഒക്കെ കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ആട്ടിൻ പുളുക്ക, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് അതെല്ലാം ചേർക്കാം. എല്ലുപൊടി, അതൊക്കെ നല്ലൊരു വളമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ അതൊക്കെ ഒന്ന് കൊടുക്കണം. അപ്പോൾ ധാരാളം മൊട്ടുകളൊക്കെ കിട്ടുന്നതാണ്.
എൻ്റെ ഗാർഡനിൽ കൂടുതലും ഉള്ളത് റോസാ ചെടികളാണ്. ഇതൊരു കാശ്മീർ റോസയാണ്. അപ്പോൾ ഇതിൽ ധാരാളം മൊട്ടുകളുണ്ട്. അപ്പോൾ കുറച്ച് റോസയിലൊക്കെ മൊട്ട് മാത്രമേ ഉള്ളതാണ് ഞാൻ നിങ്ങളെ അതൊന്നും കാണിക്കാത്തത്. നമ്മളെല്ലാ ചെടികൾക്ക് കൊടുക്കുന്നത് പോലെ റോസിനും നല്ല കെയറിൻ്റെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങളെ റോസുകളെല്ലാം മുരടിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 100% റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്കും സപ്പോർട്ടും ചെയ്യണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്